ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻ ആൻഡ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. മൂന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പഠിച്ചു, ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ പഠിച്ചു, പിന്നെ കുറച്ച് എക്സാമ്പിളുകൾ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നതിന് കുറച്ച് എക്സാമ്പിളുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി ഇത് ഹോംവർക്ക് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കുട്ടികളെല്ലാവരും ചെയ്തിരിക്കുന്നു ടീച്ചർ വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനാണ് പഠിക്കാൻ പോണത്. മെഗ്നീഷ്യം ക്ലോറിനും റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷനിൽ ഒരു അയോണിക് ബോണ്ടാണ് ഫോം ചെയ്യുക. കാരണം എന്താണ്? മെഗ്നീഷ്യം മെറ്റലാണ്, ക്ലോറിൻ നോൺ മെറ്റലാണ്. മെറ്റൽസും നോൺ മെറ്റൽസും റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, ക്ലോറിൻ ഇലക്ട്രോൺ മെറ്റലായിട്ടുള്ള മെഗ്നീഷ്യം ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, മറ്റേ നോൺ മെറ്റലായിട്ടുള്ള ക്ലോറിൻ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ കോവാലൻ ബോണ്ടാണെങ്കിൽ ഇലക്ട്രോണിനെ ഷെയറിംഗ് ആണ്. അപ്പോൾ നോൺ മെറ്റൽസ് തമ്മിലാണ് കോവാലൻ ബോണ്ട് ഫോം ചെയ്യുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മെഗ്നീഷ്യം ആൻഡ് ക്ലോറിൻ ആർ 282N. നമുക്കറിയാം, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മെഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റോമിക് നമ്പർ 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. ക്ലോറിൻ ആറ്റോമിക് നമ്പർ 17, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. ഇനി ഹൗ മെനി ഇലക്ട്രോൺസ് ഡസ് എ മെഗ്നീഷ്യം ആറ്റം ഡൊണേറ്റ്? മെഗ്നീഷ്യം ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിംഗ് 2 ഇലക്ട്രോൺ. ഇറ്റ് നീഡ് 6 more ഇലക്ട്രോൺസ് ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ്. 8 എണ്ണമാണെങ്കിൽ 6 ഇലക്ട്രോണും കൂടെ വേണം. അത് കിട്ടൽ അസാധ്യമായതുകൊണ്ട് മെഗ്നീഷ്യം എന്ത് ചെയ്യും? മെഗ്നീഷ്യം ഡൊണേറ്റ് 2 ഇലക്ട്രോൺ. ഹൗ മെനി ഇലക്ട്രോൺസ് ഡസ് എ മെഗ്നീഷ്യം ആറ്റം ഡൊണേറ്റ്? 2 ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ 2e മൈനസ് എന്ന് നമ്മൾ മുകളിൽ എഴുതുന്നത് കേട്ടോ. വാട്ട് ചാർജ് വിൽ ഇറ്റ് ഗെറ്റ്? 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ ചാർജ് 2+. 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ ചാർജ് 2+. ഇനി ലെറ്റ് us complete the equation for this process. Magnesium donate 2 electron and form Mg2+. പ്ലസ് ഡൊണേറ്റ് ചെയ്യുന്നു, 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു. ഇലക്ട്രോണിനെ ഷോർട്ടാക്കിയിട്ടാണ് ഈ മൈനസ് എന്ന് എഴുതിയേക്കുന്നത്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ ഈച്ച് ക്ലോറിൻ ആറ്റം? അപ്പോൾ ക്ലോറിൻ ആറ്റോമിക് നമ്പർ 17, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287, ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിംഗ് 7 ഇലക്ട്രോൺ, നീഡ് 1 more ഇലക്ട്രോൺ ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ്. ആറ്റോമിക് നമ്പർ 17ആണ്, 287ആണ്, 1 ഇലക്ട്രോണും കൂടി വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ? അപ്പോൾ ക്ലോറിൻ എത്ര ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും? 1 ഇലക്ട്രോൺ. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ അക്സെപ്റ്റഡ് ബൈ ഈച്ച് ക്ലോറിൻ ആറ്റം? 1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ. വാട്ട് വിൽ ബി ദ ചാർജ് അക്വയർഡ് ബൈ ക്ലോറിൻ ആറ്റം? അപ്പോൾ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ 1 മൈനസ് ചാർജ്. കംപ്ലീറ്റ് ദി ഇക്വേഷൻ ഓഫ് ദിസ് പ്രോസസ്. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് Cl+1 ഇലക്ട്രോൺ ഗീവ്സ് Cl. 1 ആയതുകൊണ്ട് 1 എഴുതണ്ട, Cl-. ഇനി 2 ഒക്കെ ആണെങ്കിൽ 2 മൈനസ് എന്ന് എഴുതണം. 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് മൈനസ് എന്ന് മാത്രം ഇട്ടാൽ മതി. ഇൻ ദിസ് റിയാക്ഷൻ മെഗ്നീഷ്യം ഡൊണേറ്റ്, നമുക്കറിയാം മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നു, ക്ലോറിൻ 1 ഇലക്ട്രോണിനെ റിസീവ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻ ദിസ് റിയാക്ഷൻ മെഗ്നീഷ്യം ഡൊണേറ്റ് ഇലക്ട്രോൺ ആൻഡ് ക്ലോറിൻ അക്സെപ്റ്റ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. കുട്ടികളെ കാണാതെ പഠിക്കുക. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതാണ് ഓക്സിഡേഷൻ. റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ നേടുന്നതാണ് റിഡക്ഷൻ. ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ ലോസ് ഓഫ് ഇലക്ട്രോൺ ആർക്കാ സംഭവിച്ചത്? മെഗ്നീഷ്യത്തിന്. മെഗ്നീഷ്യത്തിന് അപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ക്ലോറിനാണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തത്, ക്ലോറിന് റിഡക്ഷൻ. ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ നടക്കുന്ന ആറ്റമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. മെഗ്നീഷ്യമാണ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. മെഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, മെഗ്നീഷ്യമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്സിഡേഷൻ സംഭവിക്കുന്ന മെഗ്നീഷ്യമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, ക്ലോറിന് റിഡക്ഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ സംഭവിക്കുന്ന ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദ ആറ്റം വിച്ച് ഗെയിൻ
ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഈ ബോക്സാണ് പ്രധാനം. അപ്പോൾ കുട്ടികൾ നോട്ട് ബുക്കിലേക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് 48 എഴുതുക, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് ഈ ബോക്സ് പഠിച്ചതിന് ശേഷം നോട്ട് ബുക്കിലേക്ക് കാണാതെ എഴുതുക. ഇൻ ദ എബോവ് കെമിക്കൽ റിയാക്ഷൻ വിച്ച് ആറ്റം ഈസ് ഓക്സിഡൈസ്ഡ് എന്ന് ചോദിച്ചാൽ ഓക്സിഡേഷൻ എന്താണെന്നറിയണം. എന്താണ് ഓക്സിഡേഷൻ? പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? മെഗ്നീഷ്യത്തിന്. അപ്പോൾ വിച്ച് ആറ്റം ഈസ് ഓക്സിഡൈസ്ഡ്? മെഗ്നീഷ്യം. വിച്ച് ആറ്റം ഈസ് റെഡ്യൂസ്ഡ്? അപ്പോൾ റിഡക്ഷൻ എന്താണെന്ന് അറിയണം. എന്താണ് റിഡക്ഷൻ? റിഡക്ഷൻ ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ആർക്കാണ് ഇലക്ട്രോൺ ലഭിച്ചത്? ക്ലോറിന്. അപ്പോൾ ക്ലോറിനാണ് എന്ത് സംഭവിച്ചത്? റിഡക്ഷൻ. വിച്ച് ആറ്റം ഈസ് റെഡ്യൂസ്ഡ്? ക്ലോറിൻ. വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? ദ ആറ്റം വിച്ച് ലോസ് ദ ആറ്റം വിച്ച് ഗെയിൻ ഇലക്ട്രോൺ ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ ആരാണ് ഇലക്ട്രോൺ ഗെയിൻ ചെയ്തത്? ക്ലോറിനാണ് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തത്. ക്ലോറിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ക്ലോറിൻ. വിച്ച് ഈസ് ദ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ? ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ്? ആറ്റം വിച്ച് ലോസ് ഇലക്ട്രോൺ ഈസ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ ആർക്കാണ് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത്? മെഗ്നീഷ്യത്തിന്. മെഗ്നീഷ്യമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. മെഗ്നീഷ്യം. ഈ എക്സാമ്പിൾ എഴുതേണ്ട. ഇനി ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് നോട്ട് ബുക്കിലേക്ക് എഴുതാം. വേറൊരു കെമിക്കൽ ഇക്വേഷൻ നോക്കാം. മെഗ്നീഷ്യം പ്ലസ് ഫ്ലൂറിൻ ഗീവ്സ് മെഗ്നീഷ്യം ഫ്ലൂറൈഡ്. ഇതിന് ആൻസർ എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെയും ഫ്ലൂറിൻ്റെയും ആറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അറിഞ്ഞിരിക്കണം. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. ഇനി ഫ്ലൂറിൻ ആറ്റോമിക് നമ്പർ 9, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 27. നമുക്കറിയാം മെഗ്നീഷ്യം ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിങ് 2 ഇലക്ട്രോൺ, ഡൊണേറ്റ് 2 ഇലക്ട്രോൺ. ഫ്ലൂറിൻ ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിങ് 7 ഇലക്ട്രോൺ, ഗെയിൻ 1 മോർ ഇലക്ട്രോൺ. അപ്പോഴാണ് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ നോട്ട് ബുക്കിലേക്ക് ഈ ചോദ്യം എഴുതി വയ്ക്കുക. ഈ ബോക്സ് ടേബിൾ 39 എഴുതുക. ഇതൊക്കെ തന്നെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആറ്റം എന്നാണ് ചോദ്യം. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ആർക്കാണ് ഇലക്ട്രോൺ ലോസ് ചെയ്തത്? നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, മെഗ്നീഷ്യത്തിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ ലോസ് ചെയ്തു, ഡൊണേറ്റ് ചെയ്തു. മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഓക്സിഡൈസ്ഡ് ആറ്റം ഈസ് മെഗ്നീഷ്യം. ഇനി നമ്മൾ അറിയേണ്ട കാര്യം, ഓക്സിഡൈസ്ഡ് ആറ്റമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഓക്സിഡൈസ്ഡ് ആറ്റമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ഉടനെ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ പിന്നെ മറക്കും. മെഗ്നീഷ്യമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇനി അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? മെഗ്നീഷ്യം ഈ 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. മെഗ്നീഷ്യം ഗീവ്സ് Mg2++2 ഇലക്ട്രോൺ. ഇനി റെഡ്യൂസ്ഡ് ആറ്റമാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് റിഡക്ഷൻ എന്താണെന്നറിയണം. റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഏതാറ്റത്തിനാണോ ഇലക്ട്രോൺ കിട്ടുന്നത് അതാണ് റിഡക്ഷൻ. ഇപ്പോൾ ഇവിടെ ഫ്ലൂറിന് 27 ആണ്. ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിങ് 7 ഇലക്ട്രോൺ, നീഡ് 1 മോർ ഇലക്ട്രോൺ ടു കംപ്ലീറ്റ് ദ ഒബ്ജക്റ്റ്. സോ ഫ്ലൂറിൻ ഗെയിൻ 1 ഇലക്ട്രോൺ, റിഡക്ഷൻ ടേക്ക് പ്ലേസ്. അപ്പോൾ റെഡ്യൂസ്ഡ് ആറ്റം ഈസ് ഫ്ലൂറിൻ. ഫ്ലൂറിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഉടനെ നമുക്ക് എഴുതാം, റെഡ്യൂസ്ഡ് ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റെഡ്യൂസ്ഡ് ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഫ്ലൂറിൻ ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഫ്ലൂറിൻ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. F+ ഇലക്ട്രോൺ ഗീവ്സ് F-. കുട്ടികൾ ഈ ചോദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഈ ടേബിൾ 39 എഴുതിയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അടുത്ത ചോദ്യം, 2Na+Cl2 ഗീവ്സ് 2NaCl. ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം, സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281, ഔട്ടർമോസ്റ്റ് ഷെൽ ഹാവിങ് 1 ഇലക്ട്രോൺ, ഡൊണേറ്റ് 1 ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് എ ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഫോർ സോഡിയം. ഇനി ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287. അപ്പോൾ അതിന് 1 ഇലക്ട്രോണും കൂടെ വേണം. ഒക്ടക്റ്റ്
ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രോണും കൂടെ വേണം. ഇനി ചോദ്യങ്ങൾ നോക്കുക. ഓക്സിഡൈസ്ഡ് ആറ്റം. ഉടനെ നമുക്ക് ഓക്സിഡേഷൻ എന്താണെന്നറിയണം. ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നത്, കൊടുക്കുന്നത് ആരാണ്? ഇവിടെ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? സോഡിയത്തിന്. അപ്പോൾ സോഡിയമാണ് ഓക്സിഡൈസ്ഡ് ആറ്റം. ഓക്സിഡൈസ്ഡ് ആറ്റം സോഡിയം. ഉടനെ നമുക്ക് മറ്റേ ഉത്തരം കൂടെ എഴുതാം. ഓക്സിഡൈസ്ഡ് ആറ്റമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? സോഡിയം. അടുത്തത് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ. സോഡിയം ഇവിടെ നോക്കൂ. സോഡിയത്തിന് ഔട്ടർ മോസ്റ്റിൽ 1 ഇലക്ട്രോൺ ആണ്. 1 ഇലക്ട്രോണിനെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോഡിയം 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ എന്തായി മാറും? Na++1 ഇലക്ട്രോൺ. 1 ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് വെറും പ്ലസ് എന്നിട്ട് കിട്ടുക. അല്ലെങ്കിൽ 2 ഒക്കെ ആണെങ്കിൽ 2+ എന്നൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ Na gives Na++1 ഇലക്ട്രോൺ. ഇനി അടുത്തത് റെഡ്യൂസ്ഡ് ആറ്റം. അപ്പോൾ നമുക്ക് റിഡക്ഷൻ എന്താണെന്ന് അറിയണം. എന്താണ് റിഡക്ഷൻ? റിഡക്ഷൻ ഈസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ നോക്കൂ. ക്ലോറിന് 287 ആണ്. 1 ഇലക്ട്രോണിനെയും കൂടി വേണം ഒക്ടക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ക്ലോറിനാണ് ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് ആറ്റം ക്ലോറിൻ. ഗെയിൻ ചെയ്യുന്ന ആറ്റമാണ് റെഡ്യൂസ്ഡ് ആറ്റം. റെഡ്യൂസ്ഡ് ആറ്റം ക്ലോറിനാണ്. ഇനി നമുക്കറിയേണ്ടത് റെഡ്യൂസ്ഡ് ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റെഡ്യൂസ്ഡ് ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ അവിടെ ക്ലോറിൻ എഴുതുക. ഇനി ഇക്വേഷൻ, റിഡക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറിന് 287 ആണ്. 1 ഇലക്ട്രോണും കൂടെ വേണം. അപ്പോൾ ക്ലോറിൻ 1 ഇലക്ട്രോണിനെ വാങ്ങും, റിസീവ് ചെയ്യും, ഗെയിൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ എഴുതുക. ക്ലോറിൻ 1 ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുമ്പോൾ 1 ഇലക്ട്രോൺ. ക്ലോറിൻ +1 ഇലക്ട്രോൺ ഗീവ്സ് Cl-. ഇനി അനലൈസ് ദ. ഇപ്പോൾ കുട്ടികൾ ഈ ചോദ്യം നോട്ട്ബുക്കിലേക്ക് എഴുതുക, ഈ ടേബിൾ എഴുതുക. ഇത് കാണാതെ എഴുതിയിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അനലൈസ് ദ ഫോളോയിങ് ഇക്വേഷൻ ആൻഡ് കംപ്ലീറ്റ് ടേബിൾ 311 ഗിവൺ ബിലോ. മെഗ്നീഷ്യം പിന്നെ ഫ്ലൂറിൻ്റെയും റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളോട് ഈ ടേബിളിൽ ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ എഴുതുക, റെഡ്യൂസിങ് ഏജൻറ്റ് എഴുതുക, റിഡക്ഷൻ്റെ ഇക്വേഷൻ എഴുതുക, ഓക്സിഡൈസിങ് ഏജൻറ്റ് എഴുതുക. അതാണ് പറയുന്നത്. ഓക്സിഡേഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? ആരാണോ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത്, പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാലോ, മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് Mg2+ ആയി. മെഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അപ്പോൾ ഓക്സിഡേഷൻ്റെ അടിയിൽ ഏത് ഇക്വേഷൻ എഴുതണം? മെഗ്നീഷ്യത്തിൻ്റെ. Mg gives Mg2++2 ഇലക്ട്രോൺ. ഓക്സിഡേഷൻ സംഭവിച്ച മെഗ്നീഷ്യമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇതിൻ്റെ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ അടിയിൽ മെഗ്നീഷ്യം എഴുതി. ഇനി അടുത്തത് റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ആരാണ് ഇവിടെ ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്? ഫ്ലൂറിൻ 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. ഫ്ലൂറിന് റിഡക്ഷൻ സംഭവിച്ചു. ഇതിൻ്റെ അടിയിൽ റിഡക്ഷൻ്റെ അടിയിലാണ് ഫ്ലൂറിൻ്റെ ഇക്വേഷൻ എഴുതേണ്ടത്. F+1 ഇലക്ട്രോൺ ഗീവ്സ് F-. അപ്പോൾ റിഡക്ഷൻ സംഭവിച്ച ആളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഫ്ലൂറിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അടുത്ത ഇക്വേഷൻ നോക്കുന്നതുപോലെ Na gives Na++1 ഇലക്ട്രോൺ. ആദ്യത്തെ ചോദ്യം ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോഡിയത്തിന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടാണ് Na+ ആയത്. സോഡിയത്തിനാണ് ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇതാണ് ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺ. ഈ ഇക്വേഷനാണ് ഓക്സിഡേഷൻ്റെ അടിയിൽ എഴുതേണ്ടത്. ഇന്ന് Na gives Na++1 ഇലക്ട്രോൺ. ഇനി നമുക്കറിയേണ്ട കാര്യം, ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. സോഡിയത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. സോഡിയമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അടുത്തത് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആൾക്കാണ് റിഡക്ഷൻ. ഇവിടെ ഇലക്ട്രോൺ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രോൺ സ്വീകരിച്ചത് ക്ലോറിനാണ്, ഗെയിൻ ചെയ്തത് ക്ലോറിനാണ്. അപ്പോൾ ഈ ഇക്വേഷനാണ് റിഡക്ഷൻ്റെ അടിയിൽ എഴുതേണ്ടത്. Cl+1 ഇലക്ട്രോൺ gives Cl-.
Cl-. ഇനി റിഡക്ഷൻ സംഭവിച്ച ആറ്റമാണ്, ആരാണ് റിഡക്ഷൻ സംഭവിച്ച ആറ്റം? ക്ലോറിൻ. റിഡക്ഷൻ സംഭവിച്ച ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ക്ലോറിൻ ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. മൂന്നാമത്തെ ചോദ്യത്തിൽ ഇനി ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. അയൺ, ഇരുമ്പ്, അയൺ ആണ് ഇവിടെ ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. Fe ഗീവ്സ് 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ട് അയൺ Fe2+ ആയി മാറി. അപ്പോൾ അയൺ ആണ് ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. ലോസ് ഓഫ് ഇലക്ട്രോൺ സംഭവിച്ചത് അയണിനാണ്. അപ്പോൾ അയണിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ഓക്സിഡേഷൻ്റെ ഇക്വേഷനാണിത്. ഈ ഇക്വേഷൻ ഓക്സിഡേഷൻ്റെ അടിയിൽ എഴുതുക. Fe ഗീവ്സ് Fe2+ 2 ഇലക്ട്രോൺ. ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അയണിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, അയണാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. അടുത്തത് റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ആറ്റം ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ആണ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തത്. ഈ റിയാക്ഷനാണ് ഏത്? റിഡക്ഷൻ. അപ്പോൾ ഇതാണ് റിഡക്ഷൻ്റെ അടിയിൽ എഴുതേണ്ടത്. ഓക്സിജൻ പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് O2-. ഇതാണ് റിഡക്ഷൻ്റെ അടിയിൽ. ഇനി റിഡക്ഷൻ സംഭവിച്ച ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റിഡക്ഷൻ സംഭവിച്ചത് ഓക്സിജനാണ്. ഓക്സിജനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. കുട്ടികൾ ഈ ചോദ്യങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഈ ടേബിൾ ഇങ്ങനെ വരച്ചു വെക്കുക. ഹെഡിങ്ങുകൾ മാത്രം എഴുതിയിട്ട് ഇതൊക്കെ ഹോംവർക്കായിട്ട് തനിയെ ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് ഒത്തു നോക്കുക ശരിയാണോ എന്ന്. അപ്പോൾ ഇത്രയും പഠിക്കുക കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.